ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രിക സിദ്ധുവിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, നീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് വേഗം തന്നെ സുഖമാവും, ഞാൻ സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രിക വീണ്ടും കഞ്ഞി കോരി കൊടുക്കുകയാണ്. സിദ്ധു ആണെങ്കിൽ കണ്ണ് മറിക്കാതെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതേസമയം മലർ വിഷമത്തോടെ കഞ്ഞി കോരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് ദേഷ്യത്തോടെ ആ കഞ്ഞിയിൽ തന്നെ നോക്കി നിന്നിട്ട് കഞ്ഞി എടുത്ത് അടുക്കളയിൽ കൊണ്ടേക്കുകയും പപ്പടം താഴേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്ത് ദേഷ്യത്തോടെ പുറത്തു പോയിട്ട് ഇരിക്കുകയാണ്. ചന്ദ്രിക സിദ്ധുവിന് കഞ്ഞി കോരിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം താഴെയൊക്കെ പോകുന്ന കഞ്ഞിയൊക്കെ സാരി തുമ്പുകൊണ്ട് തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം നല്ലൊരു പ്രണയത്തിൻ്റെ ഒരു സോങ്ങൊക്കെ ഉണ്ട്. ആ സമയം ചന്ദ്രിക സിദ്ധുവിനെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയും കഞ്ഞി കോരി കൊടുക്കുകയും തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സിദ്ധു ചന്ദ്രികയും പ്രണയത്തോടെ തന്നെ നോക്കുകയും സന്തോഷത്തോടെ ചിരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെയുള്ള ഒരു സോങ്ങാണുള്ളത്. അങ്ങനെ കഞ്ഞി കോരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ സമയം അവർ തമ്മിൽ കണ്ണോട് കണ്ണു ചേർത്ത് പ്രണയിക്കുകയാണ്. അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയവരൊക്കെ അവിടെ വീട്ടിലെത്തിയത്. അപ്പോൾ സിദ്ധുവിൻ്റെ റൂമിൻ്റെ സൈഡിലേക്ക് കൂടിയാണ് മേഘ അതുവഴി പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് സിദ്ധുവിന് കഞ്ഞി കോരി കൊടുക്കുന്ന ചന്ദ്രികയാണ് മേഘ കാണുന്നത്. അപ്പോൾ മേഘ അല്പസമയം അവിടെ തന്നെ നിന്നിട്ട് ശ്രദ്ധിക്കുകയാണ്. മേഘ ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓഹോ, ഞങ്ങൾ പുറത്തു പോയപ്പോൾ നീ വീട്ടിനകത്ത് കയറിയോ? ഞങ്ങളില്ലാത്ത സമയം നോക്കി ഇവനുമായിട്ട് കൊഞ്ചിക്കൊഴയാണോ നീ? നിക്കടി, ഞാൻ നിന്നെ ശരിയാക്കിത്തരാം. അതൊക്കെ കണ്ട് സഹിക്ക വഴിയാതെ മേഘ പെട്ടെന്ന് തന്നെ ജാനകിയുടെ മുറിയിലേക്ക് പോയി. ജാനകി മുറിയിൽ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. അവിടെ പോയിട്ട് വിളിക്കുകയാണ്, അമ്മായി അമ്മായി കരഞ്ഞുകൊണ്ട്. എന്താ മേഘ, നീ എന്തിനാ ഇങ്ങനെ ഓടി വരുന്നേ? പിന്നെ ജാനകിയോട് കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മായി, നമ്മൾ വീട്ടിലില്ലാതെ നേരം നോക്കി ആ ചന്ദ്രിക വീടിനകത്ത് കയറിയിരിക്കുന്നു അമ്മായി. എന്താ, ചന്ദ്രിക വീടിനകത്ത് കയറിയെന്നോ? അവളെന്തിനാ ഇവിടെ വന്നേ? വേറെന്തിന് വരാനാ? സിദ്ധാർത്ഥമായിട്ട് കൊഞ്ചിക്കൊഴയാൻ വേണ്ടി വന്നതാ. റൂമിൽ അവൻ്റെ അടുത്ത് ചേർന്നിരുന്ന് അവന് എന്തൊക്കെയോ വാരിക്കൊടുക്കുക. കരഞ്ഞുകൊണ്ട് പറയാണ് മേഘ, സിദ്ധാർത്ഥിനെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് നിങ്ങൾ വാക്ക് തന്നതാ. എന്നിട്ട് നമ്മുടെ വീടിനകത്ത് കയറി സിദ്ധാർത്ഥമായിട്ട് അവൾ കൊഞ്ചിക്കൊഴയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വെറുത്തുപോയി. ഏതൊരു പെണ്ണിനും താൻ വിവാഹം കഴിക്കാൻ പോകുന്നവൻ മറ്റൊരു പെണ്ണുമായിട്ട് കൊഞ്ചിക്കൊഴയുന്നത് എങ്ങനെ സഹിക്കാൻ കഴിയും? അമ്മായി പറ. മേഘ, എന്തിനാ മേഘ കരയുന്നേ? അവളെന്തിനാ ഈ വീട്ടിലോട്ട് വന്നേ? നീ എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് വീൽചെയറും ഉരുട്ടിയിട്ട് അവർ അവരുടെ റൂമിലേക്ക് പോവാണ്. പിന്നാലെ മേഘയും പോവാണ്. മതി ചന്ദ്രികെ, ഇനി പിന്നെ കഴിക്കാം, കുറച്ചുകൂടെ കഴിക്കും സാർ. അപ്പോഴാണ് ജാനകി അവിടെ എത്തിയത്. ഏയ് ചന്ദ്രികെ, ദേഷ്യത്തോടെ അവർ വിളിക്കുകയാണ്. എന്താ, ഞങ്ങളെല്ലാവരും പുറത്തു പോയ തക്കം നോക്കി നീ വീട്ടിൽ കയറിയോ? മേഘയും കൂടെ തന്നെ ഉണ്ട്. സ്വന്തം വീട്ടിൽ കയറി വരുന്നത് പോലെയല്ലേ വന്നത്? അല്ല, നിന്നോട് ഈ വീട്ടിലേക്ക് വരരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? അല്ല, സിദ്ധു സാറിന് സുഖയില്ലായിരുന്നു, അതുകൊണ്ട് കഞ്ഞി കൊടുത്തിട്ട് പോകാമെന്ന് കരുതി വന്നതാ. സിദ്ധുവും പറയാണ്, അതെ അമ്മേ. അപ്പം ജാനകി, ഇവന് സുഖമില്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നോക്കില്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഇവനോട് സംസാരിക്കരുത്, ഇടപഴകരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ധൈര്യത്തിലാ നീ അകത്തേക്ക് വന്നേ? ഏയ് അമ്മേ, ഞാനാണമ്മേ ചന്ദ്രികയോട് കഞ്ഞി കൊണ്ടുപോവാ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞത്. വെറുതെ അവളെ വഴക്ക് പറയല്ലേ അമ്മേ. ജാനകിക്ക് ദേഷ്യം വന്നു. ജാനകി പറയാണ്, നീ മിണ്ടാതിരിക്കും സിദ്ധു. സിദ്ധു അവിടെ സൈഡായി ഒതുങ്ങിക്കൂടി. അപ്പോൾ ജാനകി പറയാണ്, നീ ഇവൾക്ക് വക്കാലത്തൊന്നും പറയണ്ട. ഇവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ആളില്ലാത്ത സമയം നോക്കി വീട്ടിനുള്ളിൽ കയറി നിന്നോട് സ്നേഹം കാണിക്കുന്നത് പിന്നെ നിന്നെ വിവാഹം കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. ഇവളുടെ ഈ സൂത്രപ്പണികളൊന്നും എനിക്കറിയില്ലെന്നാണോ വിചാരിച്ചേ? ഇവളെപ്പോലെ തോന്നിവാസികളായ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേട്ട് മേഘയ്ക്കും സന്തോഷം തോന്നി. അപ്പോൾ ചന്ദ്രിക പറയാണ്, അമ്മായി, കുറച്ച് മര്യാദയോടുകൂടി സംസാരിക്കണം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്താടി, എൻ്റെ വീട്ടിനകത്ത് കയറി വന്ന് എന്നെ തന്നെ ഭരിക്കണോ നീ? ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് കഞ്ഞി പിടിച്ച് വാങ്ങിയിട്ട് ചന്ദ്രികയുടെ മുഖത്തേക്ക് തന്നെ ആ കഞ്ഞി മുഴുവൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, ഏയ് ചന്ദ്രികയെ ചന്ദ്രികയെ. അതേപോലെ തന്നെ ചന്ദ്രികയും പെട്ടെന്നായിരുന്നു, അത് പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു കഞ്ഞി മുഖത്തേക്ക് മറിച്ചത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പാത്രം മുഴുവനും താഴെ ഇട്ടു. അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, ഏയ് അമ്മേ. സിദ്ധു ബെഡിൽ നിന്നും എണീറ്റു. എന്നിട്ട് പറയാണ്, അമ്മേ, എന്താണ് അമ്മേ? അമ്മ എന്തൊക്കെയാണ് കാണിക്കുന്നേ? അമ്മയുടെ മനസ്സിൽ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? അവളെനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് കുറച്ച് കഞ്ഞി വെച്ച് കൊണ്ടു തന്നതാണോ അമ്മയ്ക്ക് ഇത്രയും വലിയ അപരാധമായിട്ട് തോന്നിയത്? എന്നിട്ട് അവളോട് മോശമായിട്ട് പെരുമാറുന്നോ?
അമ്മേ, അമ്മ ഒരു സ്ത്രീയല്ലേ, ഇവളോട് ഇങ്ങനെ തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു? അപ്പോൾ മേഘ പറയാണ്, എന്താ സിദ്ധാർത്ഥ്, ചന്ദ്രികയ്ക്ക് വേണ്ടി അമ്മയോട് പോലും എതിർത്ത് സംസാരിക്കുന്നു? വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇവളെന്തിനാ വീട്ടിലേക്ക് വന്നത്? അമ്മായിയുടെ വാക്കിന് വിലയുണ്ടായിരുന്നെങ്കിൽ ഇവളിവിടെ വരാൻ പാടില്ലായിരുന്നു. അതും വകവയ്ക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ മോശമായ ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. ഒരു പുരുഷൻ ഒറ്റയ്ക്കുള്ള മുറിയിൽ ഇവൾക്കെന്താ കാര്യം? ഇതിൽ നിന്നും തന്നെ മനസ്സിലായില്ലേ ഇവളുടെ ക്യാരക്ടർ എന്താണെന്ന്. മേഘയുടെ ആ സംസാരം സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ല. സിദ്ധു പറയാണ്, ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ എന്ന് പറഞ്ഞ് മുഖമടച്ച് ഒരടി കൊടുത്തു സിദ്ധു. മേഘ മുഖവും തടവി കരയാണ്. സൂക്ഷിച്ചോ, ഇനി മേലിൽ ചന്ദ്രികയെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും, പറഞ്ഞേക്കാം. ജാനകിക്കും അത് വലിയ ഷോക്കായിരുന്നു. ജാനകി സിദ്ധുവിനെ തന്നെ നോക്കാണ്. അവൾ തീയാണ്, നീ ഇവളുടെ അടുത്ത് ചെന്നാൽ പോലും അവൾ നിന്നെ എരിച്ചു കളയും. ജാനകി ദേഷ്യത്തോടെ പറയാണ്, ഏയ് എന്താടാ നീ ഇവളെ എൻ്റെ മുമ്പിൽ തന്നെ വെച്ച് അടിക്കുവോ? നീ എന്താടാ വിചാരിച്ച് വെച്ചിരിക്കുന്നേ? സിദ്ധു, അമ്മയ്ക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്, ഇത് മറികടക്കരുത്. അതാണ് അമ്മയ്ക്കും നല്ലത്, എനിക്കും നല്ലത്. അമ്മ ചന്ദ്രികയെ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും ഇവൾ ഇന്ന് വരെ അമ്മയെ ഒന്ന് തള്ളിപ്പറയുക പോലും ചെയ്തിട്ടില്ല. അറിയോ അമ്മയ്ക്ക്? എന്താണെന്നറിയോ? കാരണം ഇവൾക്ക് അമ്മയോട് അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അമ്മയ്ക്ക് ഇവളെ ഇനി സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, പക്ഷേ ഇങ്ങനെയൊന്നും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യരുത്. ചന്ദ്രിക അവിടെ നിന്ന് കരയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ്, നിങ്ങളൊക്കെ ചന്ദ്രികയോട് ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞില്ലേ? ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് ചന്ദ്രികയുടെ വീടാണ്. ആദ്യം അത് മനസ്സിലാക്കി ജീവിക്ക്. അവളുടെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടായത്. ആ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും താമസിച്ചിട്ട് ചന്ദ്രികയോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. നിങ്ങളിവിടെ അവകാശം സ്ഥാപിച്ച് ഇവളെ അപമാനിച്ച് ഇറക്കിവിടാൻ പോവാണല്ലേ? ഒരല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ നിങ്ങൾക്ക്? അമ്മേ, മേഘ അങ്കിളിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തതിലൊന്നും അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല അല്ലേ? ചന്ദ്രിക എന്നെ കാണാൻ വന്നത് മാത്രമാണ് നിങ്ങളൊരു പ്രശ്നമായി കാണുന്നത്. മേഘ ചെയ്തത് അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ചന്ദ്രിക ചെയ്തതും എനിക്ക് ശരി തന്നെയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രികയെ നിന്നോട് ചോദിക്കാൻ ഇവരാരാ? ഈ വീട്ടിൽ നിന്നോട് വരരുത് എന്ന് പറയാൻ ആർക്കും ഒരവകാശവും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം ഇത് നിൻ്റെ വീടാ, നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്. ജാനകിയും മേഘയും അത് കേട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. നിനക്കുള്ളത്ര അവകാശം ഇവിടെ വേറെ ആർക്കുമില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. സിദ്ധു പറയാണ്, ദേ നോക്ക് മേഘ, എൻ്റെ അമ്മയെ കയ്യിലെടുത്ത് ചന്ദ്രികയെയും എന്നെയും തമ്മിൽ പിരിക്കാമെന്ന് മാത്രം നീ വിചാരിക്കണ്ട. നീ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല. എൻ്റെ അമ്മ ഇനി ചന്ദ്രികയെ സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ ചന്ദ്രികയില്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ ഇവൾക്ക് വേണ്ടി കാത്തിരിക്കും. പോരെ? സിദ്ധുവിന് ചുമയൊക്കെയുണ്ട്. സിദ്ധു ചുമച്ചുകൊണ്ട് പറയാണ്, ഏയ് പോടി അവിടുന്ന്. അപ്പോൾ മേഘ, വാ അമ്മായി നമുക്ക് പോകാം. സിദ്ധു വീണ്ടും പറയാണ്, നോക്കി പേടിപ്പിക്കാതെ പൊടി. ചന്ദ്രിക പിന്നെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി സിദ്ധുവിനെ ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ സിദ്ധു ചന്ദ്രിക പോകുമ്പോൾ വിളിക്കുകയാണ്, ചന്ദ്രികയെ. ചന്ദ്രിക അത് കേൾക്കാത്ത ഭാവത്തിൽ പോവുകയാണ്. സിദ്ധു ആണെങ്കിൽ ചുമച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ രാത്രി പുറത്ത് നിന്ന് ചന്ദ്രിക പാത്രങ്ങളൊക്കെ കഴുകി അടുക്കി വെക്കുകയാണ്. അപ്പോഴാണ് സിദ്ധു ദേഹത്തൊരു തുണിയൊക്കെ ഇട്ടിട്ട് മൂടി പൊതിച്ചുകൊണ്ട് ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് ചുമക്കുന്നത്. ചന്ദ്രിക അപ്പോഴാണ് സിദ്ധുവിനെ കാണുന്നത്. എന്നിട്ട് ചന്ദ്രിക വിളിക്കുകയാണ്, സാർ ഇനിയും ഉറങ്ങിയില്ലേ സാർ? എന്താ സാർ ഈ സമയത്ത് വന്നത്? ചന്ദ്രികയെ, ഇന്ന് അമ്മ നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. സിദ്ധു ചുമച്ചുകൊണ്ട് പറയാണ്, എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു, അതുകൊണ്ട് നിന്നോട് വന്ന് ക്ഷമ ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി. എന്താ സാർ ഇതിനൊക്കെ ഈ സമയത്ത് ഇങ്ങനെ വരണോ? സാറ് ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് കിടക്കാൻ നോക്ക്. സാറിന് ഇപ്പോഴും വയ്യ. ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പനി കൂടുകയുള്ളൂ സാർ. ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോകൂ സാർ. ചന്ദ്രികയെ, എൻ്റെ ക്ഷമ സ്വീകരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. ജാനകി മേഡം സാറിൻ്റെ മാത്രം അമ്മയല്ല, എൻ്റെയും കൂടി അമ്മയാണ് സാർ. എന്നെ അടിക്കാനും വഴക്ക് പറയാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരവും അവകാശം ആ അമ്മായിക്ക് എന്നും ഉണ്ടാവും. അമ്മായിക്ക് എന്നോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം സാർ. അതിനുള്ള എല്ലാ അധികാരവും അമ്മായിക്കുണ്ട്. അതല്ല ചന്ദ്രികയെ, നീ നിൻ്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്നതാ. നീയല്ല, നിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മ കാണിച്ച പ്രവൃത്തിക്ക് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും പെരുമാറുക. മാത്രമല്ല, അമ്മ നിന്നോട് വളരെ ഹാർഷായിട്ടാണ് പെരുമാറിയത്. എന്നിട്ടും അതിന് നിനക്ക് യാതൊരു വിഷമവും ഇല്ലേ? എൻ്റെ അമ്മായിയല്ലേ എന്നെ വഴക്ക് പറഞ്ഞത്, അതോർത്ത് സാറ് വിഷമിക്കണ്ട.
എന്നാൽ അങ്ങനെയൊരു സാഹചര്യം വന്നപ്പോഴല്ലേ സാറിൻ്റെ ഉള്ളിൽ എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അമ്മയാണെങ്കിലും തെറ്റ് കണ്ടപ്പോൾ സാറത് ചൂണ്ടിക്കാണിച്ചു. അവിടെ സാറ് ഉയരുക ചെയ്തത്. മേഘയുടെ മുന്നിൽ എന്നെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചില്ലേ, അത് മാത്രം മതി സാർ. ഏതൊരു പെൺകുട്ടിക്കും തന്നെ വിവാഹം കഴിച്ചയാളോ വിവാഹം കഴിക്കാൻ പോകുന്നയാളോ ഒപ്പം നിന്നാൽ ആ പെണ്ണിന് എത്ര തന്നെ സങ്കടം ഉണ്ടായാലും അത് നല്ലതാണെന്ന് തോന്നുകയുള്ളൂ. സാറിൻ്റെ അമ്മയും മേഘയും എന്നെ എത്ര മോശമായി ചിത്രീകരിച്ചാലും സാറ് പറഞ്ഞ കാര്യങ്ങൾ ആ മുറിവിനുള്ള മരുന്നായി മാറിയിട്ടുണ്ട് സാർ. സാർ എന്നെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചത് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു സാർ. താങ്ക്സ് സാർ. എന്തിനാ ചന്ദ്രികയെ താങ്ക്സൊക്കെ പറയുന്നേ? നിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഞാനൊന്നുമല്ല. എൻ്റെ മനസ്സ് പറയുക, നിൻ്റെ സ്നേഹം ഉറപ്പായും എൻ്റെ അമ്മ ഒരു ദിവസം മനസ്സിലാക്കും. അത് അധികം വൈകാതെ തന്നെ നടക്കും. ശരി സാർ. സാറ് ഈ കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, വേഗം വീട്ടിൽ പോകും. ശരി ചന്ദ്രികയെ എന്ന് പറഞ്ഞ് സിദ്ധു തിരിഞ്ഞ് നടക്കുകയാണ്. വീണ്ടും ചന്ദ്രികയെ തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, സാറ് പോയിക്കോ. പിന്നെ കാണിക്കുന്നത് വാസുവിനെയാണ്. വാസു ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ട് ഓരോന്നും പറയാണ് അവിടുന്ന്. അപ്പോഴാണ് മേഘ കോഫിയുമായിട്ട് വന്നത്. എന്നിട്ട് പറയാണ്, അമ്മവാ ഇതാ കോഫി കുടിക്ക്. കൊള്ളാലോ, ദേ ഇപ്പം എനിക്ക് കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയതേ ഉള്ളൂ. അപ്പോഴേക്കും നീ കോഫിയും കൊണ്ട് വന്നല്ലോ. അമ്മാവൻ്റെ മനസ്സ് നീ അരച്ച് കലക്കി കുടിച്ചിരിക്കുക. നിന്നെപ്പോലെ ഒരു പെണ്ണ് എൻ്റെ മകന് വിവാഹം കഴിച്ചാൽ സിദ്ധു മാത്രമല്ല ഞങ്ങളും സന്തോഷത്തോടെ കഴിയും. അത് കേട്ട് മേഘ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഇതാ എന്ന് പറഞ്ഞ് കോഫി കൊടുക്കുകയാണ് മേഘ. ബാസു കോഫി വാങ്ങിച്ച് കുടിച്ചിട്ട് പറയാണ്, കോഫി അടിപൊളിയായിട്ടുണ്ട് മോളെ. അമ്മാവാ. എന്താ മോളെ നിൽക്കുന്നേ? അവിടെ ഇരിക്കേ. ഏടാ അവിടെ ഇരിക്കും മോളെ. മേഘ വിളിക്കുകയാണ്. അമ്മവാ. എന്താ മോളെ? അമ്മാവനോട് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. എപ്പോൾ ഫ്രീ ആവും? എനിക്കെന്ത് തിരക്ക്, ഞാൻ എപ്പോഴും ഫ്രീ തന്നെയാണ്, പറഞ്ഞോ. അമ്മാവന് ജ്യോതിയെ എത്ര വർഷമായിട്ടറിയാം? അപ്പോഴേക്കും അമ്മാവൻ ചായ തരിപ്പിലായിപ്പോയി. എന്താ മേഘ പെട്ടെന്ന് ജ്യോതിയെക്കുറിച്ച് ചോദിച്ചത്? അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്, അതുകൊണ്ട് എനിക്ക് അവളെ ഒരുപാട് വർഷമായിട്ടറിയാം. ഫ്രണ്ടിൻ്റെ അനിയത്തി തന്നെയായിട്ടാണോ അവർ അമ്മാവനോട് പെരുമാറുന്നത്? ഓ എന്താ മേഘ, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? മേഘ ചിരിച്ചുകൊണ്ട് പറയാണ്, അമ്മാവൻ പേടിക്കൊന്നും വേണ്ട, എനിക്ക് എല്ലാ കാര്യവും അറിയാം. അമ്മാവൻ ജ്യോതിക്ക് വീട് വാങ്ങിക്കൊടുത്തത്, കാറ് വാങ്ങിക്കൊടുത്തത്, അമ്മാവൻ രഹസ്യമായിട്ട് ജ്യോതിക്ക് ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയത്, അങ്ങനെ എല്ലാം എനിക്കറിയാം അമ്മാവാ. ഇതൊക്കെ നിനക്കെങ്ങനെയാ അറിയുന്നേ? ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? എന്താ അമ്മാവാ, ഞാനത്ര നിസ്സാരക്കാരിയാണെന്ന് അമ്മാവൻ വിചാരിച്ചോ? അമ്മാവൻ കഴിഞ്ഞ ആഴ്ച ജ്യോതിക്ക് പട്ടുസാരി വാങ്ങിക്കൊടുത്തത് വരെ എനിക്കറിയാം. ഇതെന്താ മേഘ, എന്നെക്കുറിച്ച് അപ് ടു ഡേറ്റ് ആയി എല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലോ. അമ്മാവാ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനിക്കാര്യം ജാനകി അമ്മായിയോടോ സിദ്ധുവിനോടോ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ സിദ്ധുവും ചന്ദ്രികയും അമ്മാവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമ്മാവൻ ജ്യോതിയെ കാണുന്നതൊക്കെ രഹസ്യമായിട്ടായിരിക്കണം. ശരി മേഘ, എൻ്റെ ജ്യോതിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തെറ്റാണ്. പക്ഷേ എനിക്കവളെ എങ്ങനെ ഉപേക്ഷിക്കണം എന്നറിയില്ല. അമ്മാവൻ അവരെ ഉപേക്ഷിക്കൊന്നും വേണ്ട. അവരിലൂടെയാണ് അമ്മാവന് സമാധാനം കിട്ടുന്നതെങ്കിൽ ഇതിന് തെറ്റൊന്നുമില്ല. പിന്നെ ജാനകി അമ്മായി അറിയാതെ നോക്കണം. അറിഞ്ഞാൽ അമ്മായിക്ക് വല്ലാത്ത വിഷമാവും. അതേ മേഘ, സിദ്ധാർത്ഥിനോടും ഈ കാര്യം ഒരിക്കലും ജാനകിയോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ എന്തെങ്കിലും വിളിച്ചു പറയുമോ എനിക്ക് നല്ല പേടിയുണ്ട്. ആര് പറഞ്ഞാലും ജാനകി അമ്മായി വിശ്വസിക്കില്ല. കാരണം ജാനകി അമ്മായി അമ്മാവനെ ദൈവത്തെ പോലെ വിശ്വസിക്കുന്നു. വാസു അത് കേട്ട് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് മനസ്സിൽ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. അപ്പോൾ അവിടെയുണ്ട് മേഘയുടെ ചന്ദ്രൻ അച്ഛനും 2 മക്കളും. അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, മേഘയും ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുന്നത്, ഇത് ചന്ദ്രനാണല്ലോ. അവൾ കൊഞ്ചിക്കൊഴിഞ്ഞ് ചന്ദ്രൻ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘയുടെ കൂടെ അവർ ഇവിടെ എന്തിനാ വന്നത്? അവരെ എല്ലാവരെയും കണ്ടപ്പോൾ ചന്ദ്രികയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഇടിച്ചു കയറുകയാണ്. ഒന്നാമത് ചന്ദ്രനെ കാണുന്നു, പിന്നെ മേഘയെ കാണുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 2 വേറെയും കുട്ടികളെ കാണുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പം ചന്ദ്രിക എന്താ എങ്ങനെയാ എന്നൊന്നും അറിയാതെ ചിന്തിച്ചു കൂട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണുക. ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സി യു ഓൾ.